മാറഞ്ചേരി സ്റ്റേഡിയം നിർമ്മാണം ഉടൻ പൂർത്തിയാക്കി യുവാക്കൾക്ക് തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് മാറഞ്ചേരി യാസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചു. സ്റ്റേഡിയത്തിനുള്ളിൽ ഇരുന്ന് വീഡിയോ ഗെയിം കളിച്ചായിരുന്നു പ്രതിഷേധം. യുവാക്കൾക്ക് കളിക്കാനായി പ്രദേശത്ത് ആകെയുള്ള സ്റ്റേഡിയം നവീകരണത്തിനായി കായിക വകുപ്പ് 4 വർഷം മുമ്പാണ് പൊളിച്ചിട്ടത്. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ച് യുവാക്കൾക്ക് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടാണ് മാറാഞ്ചേരി യാസ് ക്ലബ്ബ് പ്രതിഷേധ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. പ്രതിഷേധത്തിന്റെ ആദ്യപടിയായി ക്ലബ് അംഗങ്ങൾ നിർമ്മാണം നിലച്ച സ്റ്റേഡിയത്തിനുള്ളിൽ വീഡിയോ ഗെയിം കളിച്ചായിരുന്നു പ്രതിഷേധം. ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് സേവ് മാറാഞ്ചേരി സ്റ്റേഡിയം എന്ന ഹാഷ്ടാഗിൽ ഇറക്കിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. കളിസ്ഥലങ്ങൾ ഇല്ലാതായതിനാൽ കുട്ടികളും യുവാക്കളും മൊബൈൽ ഗെയിമിൽ അടിമപ്പെട്ട് കിടക്കുന്ന സാഹചര്യമാണ് മാറാഞ്ചേരി പ്രദേശത്ത് നിലവിലുള്ളതെന്നും കായിക പ്രവർത്തനങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ കുട്ടികളും യുവാക്കളും ലഹരി മാഫിയ വലയങ്ങളിൽപ്പെടാൻ സാധ്യത വർദ്ധിക്കുകയാണെന്നും അധികാരികൾ കണ്ണു തുറന്ന് നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ പ്രദേശത്തെ മുഴുവൻ ക്ലബ്ബുകളെയും ഉൾപ്പെടുത്തി കൂടുതൽ ജനകീയ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് യാസ് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മാറാഞ്ചേരി. വീണ്ടും ഒരു മഹാ മിഡ് നൈറ്റ് സെയിലുമായി മയൂരി ഏപ്രിലിനെ ഏറ്റവും വലിയ ചരിത്ര സംഭവമാക്കി മാറ്റാൻ 25 മുതൽ 5 ദിവസത്തേക്ക് കേരളത്തിലെ മുഴുവൻ മാർക്കറ്റിനെയും വെല്ലുവിളിച്ചുകൊണ്ട് വമ്പൻ വിലക്കുറവിന്റെ 5 ദിനരാത്രങ്ങൾ വരുന്നു. ഇത് വീടുകൾ പുതുക്കാൻ, പഴയതൊക്കെ മാറ്റിയെടുക്കാൻ, പുത്തൻ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ കഴിയുന്ന ദിവസങ്ങൾ. ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഉപകരണങ്ങൾ വേറെ ആര് തരും ഈ വിലക്കുറവ്?